ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, താത്താ നിങ്ങളുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ്, നിങ്ങൾ ഏതാ യൂസ് ചെയ്യല്, ഏതാ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യല് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ മാതിരി ഇടാന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അതാണ്. ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും ഞാൻ യൂസ് ആക്കാറില്ല. എൻ്റെ അടുത്ത് 2-3-4 കളക്ഷൻസേ ഉള്ളൂ. അപ്പം അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ അത്യാവശ്യം ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ആക്കാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മെബ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂആൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പം ഇത് ഒരുപാട് ഡാർക്കും അല്ല, എന്നാലും ഒരുപാട് ന്യൂഡും അല്ലാത്ത ഒരു ഷെയ്ഡാണ് ഇത്. ഒരുപാട് ഡാർക്ക് സ്കിൻ ടോൺകാർക്കാണെങ്കിൽ ചെറുതായിട്ട് വാഷ് ഔട്ടൊക്കെ ആയിട്ട് പോകും. അല്ലാത്ത നോർമൽ സ്കിൻ കുഴപ്പമില്ലാത്ത ഒരു സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഇത് മെബ്ലിൻ്റെ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പേർപ്പിളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് ഓൺലൈനിൽ നിന്നൊക്കെ ലിപ്സ്റ്റിക്ക് വാങ്ങാനായിട്ട്. കാരണം ഷെയ്ഡ് നമുക്ക് സൂട്ടായതല്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ വാങ്ങാറില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ ആൽത്തൂർപ്പടി അറിയും, അവിടെ ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വാങ്ങിയ ടൈമിൽ എനിക്ക് ഒരുപാട് ബ്രൈറ്റനായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് വന്നപ്പം ന്യൂഡാണെന്ന് എനിക്ക് ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ന്യൂഡ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പം നെക്സ്റ്റ് വൺ ആയിട്ടുള്ളത് ഈ ഒരു മെബ്ലിൻ്റെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈസ്റ്റ് വില്ലേജ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും പറയുകയാണെങ്കിൽ ഇത് ന്യൂഡല്ല കേട്ടോ, ഇത് അത്യാവശ്യം ഒരു പിങ്ക് കളറാണ്, നല്ലൊരു റോസ് പൂവിൻ്റെ കളറാണ് ഗൈസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് മെബ്ലിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈസ്റ്റ് വില്ലേജ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഇതിൻ്റെ ഞാൻ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കൂടുതലും വീഡിയോസിന് ഇപ്പം അടക്കം ഇട്ടിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ കൂടുതലും വീട്ടിലിരിക്കുമ്പോൾ വീഡിയോസിനൊക്കെ ഇടാറുള്ളത്. പുറത്തൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം അത്യാവശ്യം ലോങ് ചെയ്ത് നിൽക്കണം. ഇതങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കൊന്നുമില്ല, നല്ല ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. എന്നാലും ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇതും നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോളേജിലേക്ക് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. കൂടുതലും നമ്മൾ ഡെയിലി ഡെയിലി ആയിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല മെയ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലും നല്ല മെയ്റ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡെയിലി ആയിട്ട് ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല മെയ്റ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചുണ്ട് നന്നായിട്ട് ഡാർക്കായി പോകും. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പേർപ്പിളിൽ നിന്നായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പേർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷെയ്ഡ് ഞാൻ ഭയങ്കര ന്യൂഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് തോന്നി. അതങ്ങനെയാണല്ലോ, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വേറൊരു കളറാണ് തോന്നിപ്പോവും, കയ്യിലെത്തുമ്പോൾ വേറെ ഇതായി പോവും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 120 ആയിരുന്നു അന്ന് വാങ്ങിയ റേറ്റ് കേട്ടോ. ഇപ്പോൾ ഇതിലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്കിത് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതാ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന്. ഇട്ട് പുറത്ത് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരും ഇത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ റീൽസ് കണ്ടിട്ട് ആണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിലും കാണിക്കണില്ല. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് വെക്കാട്ടോ. അപ്പോൾ ഇതൊരുപാട് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്, ഒരു ഓറഞ്ച് ന്യൂഡ് ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാനിപ്പോൾ റീസെൻ്റായി വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, തല കുത്തനായിപ്പോയി ഗൈസ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് ഇപ്പം അടുത്തായിട്ടാണ്. ഇത് ഞാൻ പക്ഷെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്രഫിൾ ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് കാണിച്ചതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കരമായിട്ടൊരു ഡാർക്ക് ഷെയ്ഡാണ്. നമുക്ക് ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് നന്നായിട്ടൊരു കട്ടിയിലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ട് തോന്നിപ്പോവും. ഇത് ഞാൻ ശരിക്കും എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫംഗ്ഷൻ ഇടാനായിട്ട് വാങ്ങിച്ചതാണ്. അത് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് തോന്നുന്നത് മുഖം ഭയങ്കര ഡള്ളായമായി തോന്നുന്നു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാനിത് എന്താ പറയുക വൈപ്പ് ചെയ്ത് കളഞ്ഞു, വേറെ ലിപ്സ്റ്റിക്ക് ഇട്ടു. എല്ലാവരും പറഞ്ഞു ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഷെയ്ഡ് സെറ്റ് ആവണില്ല എന്ന്. ഇത് പക്ഷേ ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇത് നല്ല ലിപ്സ്റ്റിക്കാണല്ലോ, ഇത് ഏതാന്ന് ചോദിക്കലുണ്ട്. സത്യം പറയാൻ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ഞാൻ ഇടണോ ഇടേണ്ടത്, ഇതൊക്കെ ഏറിപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളൊരു പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതും ഒരു ന്യൂഡാണെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു ഡാർക്കായിട്ട് എനിക്ക് തോന്നി. ഒരു പിങ്കിഷ് ഡാർക്ക് കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇത് ഫുള്ള് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഗൈസ്, ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ വീഡിയോയിൽ വെക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്നുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ലൈനറാണ്. ഇതും ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ്. സാധാരണ ലിപ് ലൈൻ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഒരു രസത്തിന് അങ്ങനെ വാങ്ങിച്ചത് മാത്രം. ഇതിൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഇതിൽ 024 എന്നാണ് കൊടുത്തിട്ടുള്ളത് ഷെയ്ഡ് വന്നിട്ട്. ഇതൊരു എന്താ പറയുക ഒരു കാപ്പി കളർ മാതിരിയൊക്കെ തോന്നുന്നു. അപ്പോൾ ഭയങ്കര രസമായി തോന്നി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡാർക്കായിട്ടാണ് തോന്നുന്നുള്ളത്. ഈ ഒരു കളറാണ് കണ്ടോ, ഈ ഒരു കളർ ഒന്നുകൂടി കാണിച്ചു തരാം. ഉണ്ടോ, ഇങ്ങനൊരു കളറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഞാൻ കാണിച്ച ലിപ്സ്റ്റിക്കിലൊക്കെ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് പോയി കണ്ട് ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. Ta-ta!